ടീച്ചേഴ്സ് അക്കാഡമി. ഇനി അടുത്ത ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറിബ്രോ അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ സൂക്ഷ്മ നാഡിക്കും തമ്മിലുണ്ടാകുന്ന അസുഖങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ബ്രെയിൻ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊന്ന് നോക്കിയാലോ. ഈ രോഗങ്ങൾ സാധാരണമായി ന്യൂറോണുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ, ന്യൂറോണിന് എന്തെങ്കിലും കേടുപാട് വരുവാണെങ്കിൽ അല്ലെങ്കിലോ ന്യൂറോ ട്രാൻസ്മിറ്ററുടെ സന്തുലിതാവസ്ഥയോ മൂലമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സിനാപ്സ് പഠിച്ച സമയത്ത് അല്ലേ. ഏതൊക്കെ അസറ്റൈൽ കൊളൈൻ ഉണ്ട്, ഡോപ്പമൈൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ, ന്യൂറോൺ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുമോ ഒക്കെ ചെയ്താലാണ് നമുക്ക് എന്ത് വരിക, അസുഖങ്ങൾ, ഇത് സംബന്ധമായ രോഗങ്ങൾ വരിക. നിങ്ങൾക്ക് ഇതിൽ 3 രോഗങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അൽഷിമേഴ്സ് രോഗമാണ്, അതായത് മറവി രോഗമാണ്. രണ്ടാമത്തത് പാർക്കിൻസൺ ഡിസീസ് ആണ്. മൂന്നാമത്തത് എപ്പിലെപ്സി. ഓക്കെ, ഈ 3 രോഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. നോക്കിയേ, അൽഷിമേഴ്സ് രോഗം, മറവി രോഗം എന്ന് നമ്മൾ അതിനെ വിളിക്കും. എന്താ നോക്കിയേ, തലച്ചോറിലെ നാഡീകലകളിൽ ലയിക്കാത്ത പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നു. തലച്ചോറിൽ ഉണ്ടാവുന്ന ന്യൂറോൺസിലൊക്കെ ചില പ്രോട്ടീനുകൾ വന്നിട്ട് അക്യുമുലേറ്റ് ആവുക, അത് അലിയാതെ അവിടെ തന്നെ കട്ട പിടിച്ച് കിടക്കുക. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് എന്ത്, അൽഷിമേഴ്സ് രോഗം എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ എന്താ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് എന്ത്, ഓർമ്മക്കുറവ്, മറന്നു പോവുക, സ്വന്തം പേര് മറന്നു പോവുക, സ്വന്തം വീട്ടുകാരെ മറന്നു പോവുക, സ്വന്തം സ്ഥലം മറന്നു പോവുക. അത്ര രീതിയിലേക്ക് വരെ എന്ത് എത്തും, ഈ മറവി രോഗം എത്തും. ഓക്കെ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിവില്ലായ്മ. നമുക്കിത് കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ രസതന്ത്ര സിനിമകളുണ്ട് അല്ലെ, ഒരുപാട് സിനിമകൾ നമുക്കിത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹിന്ദിയിലും ഒക്കെ സിനിമകളുണ്ട്. അപ്പൊ അതിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, സ്വന്തം പേര് പോലും ആ വ്യക്തിക്ക്, സ്വന്തം ബന്ധുക്കാർ, അച്ഛൻ അമ്മേനെയോ ഭാര്യേനോ മക്കളെയോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഓക്കെ, മാനസിക അവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ആ ഒരു വ്യക്തി. പിന്നെയോ പതിവ് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ. മോഹൻലാലിന്റെ സിനിമ നമുക്ക് കാണാം, ഡെയിലി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് പെട്രോൾ അടിച്ചത് പോലും മറന്നു പോകുന്നു. അതിലാണ് അവർക്ക് ഓർമ്മക്കുറവ് തുടങ്ങുന്നത്. പിന്നീട് ഓഫീസിൽ പോയി കുളിക്കുന്നതും ഒക്കെ നമുക്ക് സ്ഥലകാല ബോധമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മോഹൻലാൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് ചെയ്യുന്നത് എന്ന ഒരു വ്യക്തിക്ക് ഒരു ബോധവും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എന്ത്, അൽഷിമേഴ്സ് രോഗം എന്ന് പറയുന്നത്. അത് വരാനുള്ള കാരണം എന്താ, നമ്മുടെ ഈ നാഡീകലകളിൽ എന്ത് സംഭവിക്കുക, ചില പ്രോട്ടീനുകൾ വന്ന് അടിഞ്ഞുകൂടി അലിയാതിരിക്കുക, അവിടെ കട്ട പിടിക്കുക. ആ കണ്ടീഷൻ കാരണം നമുക്ക് എന്ത് വരുന്നത്, അൽഷിമേഴ്സ് രോഗം വരുന്നത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത അസുഖമാണ് എന്ത്, പാർക്കിൻസൺ. വളരെ എളുപ്പം കഴിഞ്ഞാൽ അൽഷിമേഴ്സ്. അതുപോലെ തന്നെയാണ് പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നത്. തലച്ചോറിലെ പ്രത്യേകം ഗാംഗ്ലിയകൾ നശിപ്പിക്കപ്പെടുന്നു. ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ്റെ ഉൽപാദനം കുറയ്ക്കുന്നു. പ്രത്യേകതര ഗാംഗ്ലിയകൾ മാത്രം, പ്രത്യേക ന്യൂറോണുകളിൽ മാത്രം എന്ത് ചെയ്യുക, അതിനൊരു നാശം സംഭവിക്കുക, അതിൽ നശിപ്പിച്ചു പോവുക. അത് കാരണം എന്ത് സംഭവിക്കും, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈൻ്റെ അളവ് കുറയുന്നു. ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ലവ് ഹോർമോൺ എന്ന് പറയും, ഹാപ്പി ഹോർമോൺ എന്ന് പറയും, നമുക്കൊരു ആർത്തി, ആക്രാന്തം, ഇതൊക്കെ തോന്നുന്ന ഒരു ഹോർമോണാണ് ആര്, ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡിയാക്റ്റീവ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഒന്നിനും സന്തോഷം തോന്നില്ല, ഒന്നിനും താല്പര്യം തോന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഡോപ്പമൈൻ കുറയുമ്പോൾ ഉണ്ടാവുക. എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവുക, അതിന് കൂടുതൽ ഒരുപാട് വേറെ രോഗലക്ഷണങ്ങളുണ്ട്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക, ബാലൻസ് ഉണ്ടാവില്ല അയാൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ബാലൻസ് ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഇനിയോ ശരീരത്തിന്റെ തുടർച്ചയായി വിറയൽ, എപ്പോഴും അവർക്കൊരു വിറയലായിരിക്കും, കൈയൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, വിറച്ചുകൊണ്ടിരിക്കും, വായിന്ന് എപ്പോഴും തുപ്പൽ വന്നുകൊണ്ടിരിക്കും. പേശികളുടെ കാഠിന്യം, ഇങ്ങനെ മസിലൊക്കെ നമ്മൾ പിടിച്ചു ഭയങ്കര കട്ടിയായിരിക്കും, ഈ സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല. ഇനിയോ ചലനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു അടി അങ്ങോട്ട് വെക്കണമെങ്കിൽ പോലും അയാൾക്കൊരു സ്ഥലകാലബോധം കിട്ടില്ല, ഭയങ്കരമായിട്ട് അയാൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അയാളെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, വായിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും, തുപ്പൽ വന്നുകൊണ്ടേയിരിക്കും, അയാൾക്ക് ഒരു അടി പോലും ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചില ന്യൂറോണുകളെ, ചില ഗാംഗ്ലിയോണുകളെ മാത്രമാണ് ഈ ഒരു അസുഖം എഫക്റ്റ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിലെ ഡോപ്പമൈൻ്റെ അളവ്, ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈൻ്റെ അളവ് കുറയുന്നു. അതോടെ ബോഡിക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ഇതാണ് എന്ത്, പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. അവസാന ഡിസീസിലേക്ക് പോയാലോ. അവസാന ഡിസീസാണ് എന്ത്, എപ്പിലെപ്സി എന്ന് പറയുന്നത്, അപസ്മാരം എന്ന് പറയും. എപ്പിലെപ്സി അഥവാ അപസ്മാരം. നമുക്കറിയാം എപ്പിലെപ്സി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, സ്കൂളിലെ കുട്ടികൾക്കടക്കം നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, എപ്പിലെപ്സി കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഇലക്ട്രിക് സിഗ്നൽ ഒരാളെ മേത്ത് കയറിയ പോലെ ആ വ്യക്തി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, റിയാക്ട് ചെയ്യുന്നുണ്ടാവും, വായിൽ നിന്ന് ഒരേയും പതിയൊക്കെ വരുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് വിറയലുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും എപ്പിലെപ്സി അല്ലെ. തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത ചാർജ് പ്രവാഹം ഉണ്ടാകുന്നു. നമുക്കൊരു നോർമലായിട്ട് ഇലക്ട്രിക് ഇമ്പൾസ് പോകുന്നുണ്ട് നമുക്ക് ആവേഗങ്ങളെ തലച്ചോറിൽ എത്തിക്കാൻ വേണ്ടി. അതിന്റെ കൂടുതൽ വെറുതെ എന്ത് ചെയ്യുക, കുറച്ച് വെറുതെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ശരീരത്തിൽ കൂടെ മൊത്തമായി പോയിക്കൊണ്ടിരിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു അസുഖമാണ് എന്ത്, അപസ്മാരം എന്ന് പറയുന്നത്.
എന്തൊക്കെ രോഗലക്ഷണങ്ങളാ? അപസ്മാര രോഗക്രമണങ്ങൾ, ബോധക്ഷയം, പെട്ടെന്ന് തലകറങ്ങി വീഴ, പേശികളുടെ തുടർച്ചയായ സങ്കോചം, ഇപ്പൊ ഇങ്ങനെ കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് കോച്ചി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുക, വായിൽ നിന്ന് നൊരയും പതയും വരിക. നമുക്ക് കാണാം ഒരു വ്യക്തി ഭയങ്കരമായിട്ട് മുഖം കോടിപ്പോയി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടാവും. ആ ഒരു കണ്ടീഷനാണ് എന്ത്? എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 ഡിസീസസ് ആണ് നോക്കിയത്: അൾഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി. അൾഷിമേഴ്സ് എന്തായിരുന്നു? നമുക്കൊരു പ്രോട്ടീൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു ന്യൂറോണിനുള്ളിൽ കിടന്നിട്ട് അത് കട്ട പിടിക്കുക, അത് അലിഞ്ഞു പോവാതിരിക്കുക. പാർക്കിൻസൺ എന്തായിരുന്നു? പ്രത്യേകതര ഗാംഗ്ലിയോണുകൾക്ക് മാത്രം പ്രശ്നമുണ്ടാക്കി ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈൻ്റെ അളവ് കുറയ്ക്കുന്നു. എപ്പിലെപ്സി എന്താ? നമ്മുടെ ശരീരത്തിൽ കൂടി പ്രത്യേക തരത്തിലുള്ള ഒരു വൈദ്യുതി പ്രവാഹം വന്ന് ബോഡി മൊത്തമാകെ അതിനൊരു ചേഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും അസുഖങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായി പിന്നെയും കാണാം. താങ്ക്